ഹലോ ഗായ്സ്, ഡേ 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വർക്ക് വരുന്നത് നമുക്ക് പപ്ലെയറിൻ്റെ ഒരു ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ പപ്ലെയർ എന്നല്ലേ? വാ, ഞാൻ പറഞ്ഞുതരാം. ഈ ബോട്ടുകളിൽ നമ്മൾ ഫാനിൻ്റെ ലീഫ് പോലെ കാണുന്നില്ലേ, അതിനാണ് നമ്മൾ പപ്ലെയർ എന്ന് പറയാം കേട്ടോ. ഈ പപ്ലെയറിന് സപ്പോർട്ടായിട്ടാണ് ഈ ലീഫ് വരുന്നത്. ഈ ലീഫിലാണ്ട് നമുക്ക് ഒരിക്കലും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇത് നമ്മൾ സ്റ്റീൽ പ്ലേറ്റിലാട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ചധികം പണിയുണ്ടായിരുന്നു. ഇത് ഡ്രോയിങ് ചെയ്തിട്ട് കട്ട് ചെയ്ത് അതേ ഷേപ്പിലാണ് നമ്മൾ ഇത് വെച്ചെടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്തൊരു വർക്കായിരുന്നു നമുക്ക് സ്റ്റീൽ ഹോൾ ചെയ്യാന്നുള്ളത് കേട്ടോ. കാരണം കുറേ പൈപ്പ് ഉണ്ടായിരുന്നു, അത്യാവശ്യം ഹോൾ ഇടാണ്ടായിരുന്നു കേട്ടോ. നമ്മളടുത്ത് 25 mm വരെയുള്ള ഡ്രിൽസ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. എന്താവശ്യത്തിനും ഈ പ്രൊഫൈൽ കാണുന്ന 2 നമ്പറിലും കോൺടാക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് അടുത്തൊരു വർക്കായിരുന്നു നമുക്ക് ലോറിയുടെ വീല്, അത് ഡ്രമ്മിന്റെ വർക്കായിരുന്നു. ഏകദേശം കണ്ടില്ലേ, ആകെ ഞെളിങ്ങി കിടക്കായിരുന്നു കേട്ടോ. ഈ ലോഡ് ഹെവി ആയിട്ടുള്ള ലോഡൊക്കെ എടുത്തു പോണ സമയത്ത് വല്ല കല്ലിലൊക്കെ തട്ടിയിട്ട് അങ്ങനെ ആയി കാണും. അപ്പം നമുക്ക് ഈ ഒരു വർക്ക് എങ്ങനെയുണ്ട് നോക്കിയാലോ. ഇതൊരു ഹെവി ആയിട്ടുള്ള മെറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരുത്താനായിട്ടൊരു സ്റ്റേ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് പ്രസ്സിൽ വെച്ചിട്ട് ഈ റാഡ് കൊണ്ട് പ്രസ് ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മെറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാമറിൽ തട്ടിയാലൊന്നും വരില്ല. ഇത് ഹീറ്റ് ചെയ്താലേ മാത്രം നമുക്ക് പ്രസ്സിൽ വെച്ചിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സാധാരണ ചുറ്റിക്കൊണ്ട് തല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെ അലൈൻമെന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടി കഴിയില്ല. ഇതാണ് കേട്ടോ പ്രസ് മെഷീൻ. ഇതിലാണ് നമ്മൾ ഹീറ്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ റാഡ് വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ കൂടെ കൂടിക്കോളൂ. വീണ്ടും സന്ധിക്ക് വരയ്ക്കും. ബൈ.